ഇവളുടെ പേര് തുളസി. തുളസി ഒരു വീട്ടിൽ വേലക്കാരിയായിട്ട് ജോലി ചെയ്യുകയാണ്. രമ്യ ഇവൾ ഉണ്ടാക്കിയ ജ്യൂസ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇവളുടെ ദേഹത്തേക്ക് ഒഴിച്ചു. തുളസി ടേബിൾ ക്ലീൻ ചെയ്യുമ്പോൾ രമ്യയോട് കാലൊതുക്കി വെക്കാനായിട്ട് പറഞ്ഞിട്ട് അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഗെയിം കളിക്കുകയാണ്. ടി വിയിൽ സിൻഡ്രല്ലയുടെ മൂവി കണ്ടിട്ട് തുളസി അതും ശ്രദ്ധിച്ചുകൊണ്ടാണ് ടേബിൾ ക്ലീൻ ചെയ്യുന്നത്. തുളസിയുടെ ശ്രദ്ധ തെറ്റിയപ്പോൾ രമ്യയുടെ കാല് തുളസിയുടെ കയ്യിൽ നിന്ന് താഴെ വീണു. അതുകൊണ്ട് രമ്യ ഗെയിമിൽ തോറ്റു. ആ ദേഷ്യത്തിന് തുളസി അവൾ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് റിമോട്ട് കൊണ്ട് തലക്കിട്ട് ഒരു അടിയും കൊടുക്കുന്നു. തുളസിക്ക് സിൻഡ്രല്ലയെ പോലെ ഡ്രസ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. ഒരു കടയിൽ സിൻഡ്രല്ല ഗൗൺ കണ്ടിട്ട് അത് വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ സെക്യൂരിറ്റി അവളെ ഓടിച്ചു വിടുകയാണ്. ഈ ഡ്രസ്സിന് എത്ര രൂപയാകുമെന്ന് തിരക്കുമ്പോൾ 7000 രൂപ ആകുമെന്നാണ് കടയുടെ ഓണർ പറയുന്നത്. എങ്ങനെയെങ്കിലും അത്രയും ക്യാഷ് ഉണ്ടാക്കിയിട്ട് ആ ഗൗൺ വാങ്ങണമെന്ന് അവൾ പ്ലാൻ ചെയ്യുന്നു. ഡെയിലി കടയിൽ ആ ഗൗൺ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് തുളസി. അങ്ങനെ അതിനായിട്ട് അവൾ പല പല ജോലികളും ചെയ്ത് കുറേ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ആരംഭിച്ചു. ഒരിക്കലും വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ രമ്യ ഡാൻസ് ചെയ്യുന്നത് പോലെ അവളും ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ടൈം രമ്യയുടെ ഫ്രണ്ട് റോബിൻ അവിടെ വരുന്നു. തുളസിയുടെ ഡാൻസ് കണ്ടിട്ട് അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉടനെ രമ്യ വന്ന് റോബിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം തുളസി ഒരു കുട്ടിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. ആ കുട്ടിയുടെ അമ്മ അവർക്ക് ഒരുപാട് പൈസ കൊടുത്തു. അങ്ങനെ തുളസിയുടെ ആഗ്രഹം സാധിച്ചു. അന്ന് രാത്രി രമ്യയുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. തുളസിയോട് നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കാനായിട്ട് പറയുകയാണ്. അവൾക്ക് ആകെയുള്ള നല്ല ഡ്രസ്സ് സിൻഡ്രല്ലയുടെ ഡ്രസ്സ് മാത്രമാണ്. അങ്ങനെ രമ്യയുടെ ഫ്രണ്ട് റോബിൻ വരുന്നു. രമ്യയ്ക്ക് റോബിനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അവനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് രമ്യ. അവനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പൂവ് എടുത്തുകൊണ്ട് വരുന്നത് തുളസിയാണ്. അവൾ സിൻഡ്രല്ല ഗൗൺ ഇട്ടുകൊണ്ട് കയ്യിൽ പൂവുമായി വരുന്നത് കണ്ടപ്പോൾ തന്നെ റോബിൻ അവളെ ഒരുപാട് ഇഷ്ടമാകുന്നു. രമ്യയ്ക്കും അവളുടെ അമ്മയ്ക്കും ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. രമ്യ റോബിനെ പ്രപ്പോസ് ചെയ്യാൻ നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. റോബിൻ ഈ സമയം കൊണ്ട് തുളസിയെ പ്രപ്പോസ് ചെയ്യുകയാണ്. ഇതെല്ലാം രമ്യയും അമ്മയും കണ്ടിട്ട് അവർക്ക് ഇവളോട് ഒരുപാട് ദേഷ്യം വരുന്നു. ഗസ്റ്റ് എല്ലാം പോയ ശേഷം ഇവർ തുളസിയെ ഒരുപാട് ഉപദ്രവിക്കുകയാണ്. അവളെ ഒരുപാട് ഇട്ടടിക്കുന്നു. അവർ വിഷമുള്ള പാമ്പിനെ കൊണ്ടുവന്നിട്ട് തുളസിയെ കൊത്തിക്കുന്നു. അങ്ങനെ അവളെ മൃഗീയമായിട്ട് അവർ കൊന്നു കളഞ്ഞു. തുളസിയുടെ ആത്മാവ് പ്രേതമായി വന്നിട്ട് അവളെ കൊന്ന പോലെ തന്നെ ഇവരെ രണ്ടുപേരെയും പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലുകയാണ്.